your road to recovery start with the right step, and that right step is early care. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആണ്. ഓർത്തോപീഡിക് സർജറിയിലെ ഒരു വിഭാഗമാണ് ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറീസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പോർട്സ് ഇഞ്ചുറിയെ കുറിച്ചാണ്. സ്പോർട്സ് ഇഞ്ചുറി എന്നാൽ സ്പോർട്സ് മാത്രം കളിക്കുന്നവർക്കല്ല, നമ്മൾ സാധാരണക്കാർക്കും ഒരു ആങ്കിൾ സ്പ്രെയിൻ, നീ സ്പ്രെയിൻ, നീ ഇഞ്ചുറി, ഷോൾഡർ സ്പ്രെയിൻ ഒക്കെ വരാം. അതിൽ എയർലി നമ്മൾ ഇന്റർവീൻ ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് എയർലി റിക്കവറിയും ബാക്ക് ടു നോർമൽ ലൈഫ് എയർലിയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനെന്താണ് നമ്മൾ വേണ്ടത്? പെർസിസ്റ്റന്റ് പെയിൻ അല്ലെങ്കിൽ വേഴ്സണിങ് പെയിൻ, വേദന കൂടുക, നമുക്ക് നടക്കാൻ പറ്റാതാകുക, അല്ലെങ്കിൽ മൂവ്മെന്റ്, നമ്മുടെ ജോയിന്റ്സിന്റെ ചലനം റെസ്ട്രിക്റ്റഡ് ആവുക എന്നിങ്ങനെ വന്നാൽ ഒരു മൈനർ ഇഞ്ചുറി ആയിട്ട് കണക്കാക്കാതെ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് ഒപ്പീനിയൻ തേടുകയും അതിനുതകുന്നതായ ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ റെസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ ബാൻഡേജ് ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ ഫിസിയോതെറാപ്പി ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ പെയിൻ ഇന്റർവെൻഷൻ ആയിരിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എയർലി റീഹാബിലിറ്റേഷനിലൂടെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഇൻ കേസ് നമ്മൾ അത് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ സങ്കീർണമായ ഇഞ്ചുറിയിലേക്കും അതുവഴി നമുക്ക് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊസീജിയറും സർജിക്കൽ ഇന്റർവെൻഷനും പ്രൊലോങ്ഡ് റെസ്റ്റും ഒരു പക്ഷേ പെർസിസ്റ്റന്റ് പെയിൻ, സ്റ്റിഫ്നെസ് ഓഫ് ദി ജോയിന്റും ചിലപ്പോൾ നമുക്ക് അത് കാരണം ഉണ്ടായേക്കാം. സോ ഇതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എയർലി കെയർ ആണ് വേണ്ടത്. താങ്ക് യു.